ദൈവമില്ലാത്തിന്റെ അപ്പുറം മജിസ്ട്രേറ്റ് ഉണ്ടാവുന്നാണല്ലോ പറയല്. എല്ലാവർക്കും ബോച്ചട്ടി ലക്കി ഡ്രോയിലേക്ക് സ്വാഗതം. എന്താ സാർ ഇത്? സാറും കോടതി സ്വീപ്പാക്കുകയാണോ? എല്ലാം ശരിയാവുന്നല്ലോ പറഞ്ഞ്. ഹായ്, നമസ്കാരം. നമസ്കാരം. സുബിയില്ലേ? മനസ്സിലായ എന്നെ മനസ്സിലായ? അതെ, മജിസ്ട്രേറ്റ് അല്ലേ? ഇന്നാത്താ കേസ് കൊടുത്തു. സിനിമ കണ്ടുനാ? ആ, എവിടെ പോയതാ? എവിടെയാ പോയത്? ബസ്സിലെവിടെയാ പോയത്? ആ, സ്വന്തം വീട് എവിടെയാ? കുന്നംകുളം. ഇത് ഈ ഇപ്പൊ നിക്കുന്ന വീട് കുന്നംകുളം സ്വന്തം വീട്. ആ, ഭർത്താവിന്റെ വീട് ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട്. സുഗന്ധനല്ലേ? കടല വേണോ? കടല നിങ്ങൾക്കൊഴികെ മറ്റേവർക്കും ചോദിച്ചു. എന്താ സാർ ഇത്? കോടതിയല്ലേ? ആ, സുഗന്ധനല്ലേ? സുഗന്ധനല്ലേ? മഴയുണ്ടോ? ഇപ്പൊ മഴയില്ല. ആ, കൂടെ ആര്? ഒറ്റക്ക് നിൽക്കാൻ പേടിയുണ്ടാ? സഹോദരാണ്. ഞാൻ ആരല്ല ചോദിച്ചാ ഈ കൂട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പേടിയുണ്ടോ? ഞാനേ അങ്ങോട്ട് കൊറേ പ്രാവശ്യം ഇപ്പൊ ആദ്യം ആ സിനിമയിലത്തെ ആളാണല്ലോ. ഇപ്പൊ എല്ലാരും തരികടകളുണ്ടല്ലോ. എന്നാ കിങ്കരന്മാരെ പറഞ്ഞോ. ഞാൻ വിചാരിച്ചു പേടിച്ചിട്ടാ ഫോൺ എടുക്കാത്തെന്ന് വിചാരിച്ചേ. ഇല്ല അല്ലേ? ആ, ബോച്ചേട്ടി വാങ്ങാറുണ്ടോ? ബോച്ചേട്ടി വാങ്ങാറുണ്ട്. ആ, അതിന് സമ്മാനം കിട്ടിയത് വരെ ഒരു 100 രൂപ കിട്ടി, പിന്നെ ഒന്നും കിട്ടിയില്ല. 100 രൂപ കിട്ടിയില്ലേ? ഓക്കെ. ഇപ്പൊ ഇരിക്കുന്നു വീട്ടിലിരിക്കുകയാണോ അല്ല നിൽക്കുകയാണോ? എന്താ നടുവേദന ഉണ്ടാ? നാട്ടിലെല്ലാം കല്യാണത്തിന് പോകുന്നുണ്ട്, കല്യാണം വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. അന്നേരമൊന്നും ഇല്ലാത്ത നടുവേദന കോടതിയിൽ വരാൻ മാത്ര. എന്താ നടുവേദന ഉണ്ടാ? വന്നതേ ഇല്ലല്ലേ? ആ, സഹോദരന്റെ പേരെന്താണ്? ബിനു. ആ, ഓക്കെ. എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പോ ശുഭക്ക് ഒരു 100-ലധികം പൈസ കിട്ടിയ സന്തോഷം തന്നെയാവുക. സന്തോഷം. എത്ര വരെ കിട്ടണം? ദൈവം എന്താ ചെയ്യണം? അപ്പുറത്തെ സന്തോഷം. ഓക്കെ. അപ്പൊ ഇന്നത്തെ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ, ശുഭക്ക് ഒരു 10 ലക്ഷം രൂപ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഇഷ്യൂ വാറന്റ്. ഒരു 10 ലക്ഷം രൂപ ഈ കോടതി വിധിച്ചിരിക്കുന്നു. സന്തോഷായ? തല കറങ്ങൊന്നും വേണ്ട, സന്തോഷിക്കല്ലേ വേണ്ടേ? 10 ലക്ഷം രൂപ ബോച്ചേട്ടിയുടെ ലക്കി ഡ്രോ. നിങ്ങളാ ഇന്നത്തെ വിജയി. ആ, സന്തോഷായ? ആ, അമ്മയുടെ പേരെന്താണ്? ആ, നമസ്കാരം. അമ്മയുടെ പേര്? ഓ, കല്യാണി. ആ, അമ്മക്ക് സുഖമല്ലേ? ആ, ഓക്കെ. സന്തോഷം. ബോച്ചേട്ടിയുടെ സമ്മാനാണ് കേട്ടോ. ആ, ഓക്കെ. അപ്പോ കാസർഗോഡ് വരാറുണ്ടോ? ആ, അതെല്ലേ? ആ, ശുഭയുടെ പോയി? ആ, ഓക്കെ. അപ്പോ ഇനി കാസർഗോഡ് വരുമ്പോ നല്ല അണ്ടിപ്പരിപ്പ് കടലെല്ലാം വാങ്ങിട്ട് വരണം. ഓക്കെ. അപ്പൊ കാണാം. ഓക്കെ. ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും അടിച്ചില്ല. പിന്നെ ആൾക്കാരെ ഇടിപ്പിക്കാനേ നോക്കിട്ടാ എല്ലാവർക്കും. എനിക്ക് എന്റെ കാര്യം പറയും വേണ്ടല്ലോ അവർക്ക്. എനിക്കൊരു ടെൻഷൻ. അത് ടെൻഷനെല്ലാം മാറിയില്ലേ? പ്രാർത്ഥിക്കുന്നതാണ് ഓഫീസിക്കാട്ടിലെ ആൾക്കാരെ കൂട്ടണേന്ന്. അല്ല, ആൾക്കാരെ കിട്ടണേ, എനിക്ക് വരുമാനം വരുന്നേന്ന് ഒരു ആഗ്രഹം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓ, ആയിക്കോട്ടെ. വീട്ടിലെല്ലാരും എന്ത് ചെയ്യുന്നത്?
വീട്ടില് അളിയ ഭർത്താവ് പെയിന്റിങ്ങാ. ആ ആ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടാ? പണിക്ക് പോകുന്നുണ്ടാ? പഠിക്ക് പോണ്ട്. ആ എന്താ ചെയ്യല്? പണി കുറച്ച് അതല്ലേ? കുഴപ്പമില്ല. ഓക്കെ സന്തോഷം. ആ എനിക്ക് വരുമാനം ആ സന്തോഷം. ഓക്കെ. എങ്ങനെ പറയട്ടെ. ഏതായാലും ബോച്ചെ വിളിക്കും. ഓക്കെ.